ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ അഡലൈൻസ് കഫേ. നമ്മളിന്ന് പറയാൻ പോകുന്നത് തും തേന സാത്ത് മേരെ എന്ന സീരിയലിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ബാക്കി എപ്പിസോഡ് കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് കൊടുത്തേക്കാം, കണ്ടു നോക്കാം. അപ്പോൾ പാവക്കൂത്തിൻ്റെ പ്രോഗ്രാം ബുക്ക് ചെയ്യാനായിട്ട് അപരാജിതയും രക്ഷിത്തും തല്ലുകൂടുന്നത് വെച്ചാണ് നമ്മൾ 3ാമത്തെ എപ്പിസോഡ് തീർന്നത്. അപ്പോൾ അവിടെ വെച്ച് തന്നെയാണ് അടുത്ത എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സുന്ദർജി ചോദിക്കുകയാണ്, നിങ്ങൾ രണ്ടുപേരും കൂടെ വീണിട്ട് എൻ്റെ പാവ രണ്ടും കൂടെ കുടുങ്ങിപ്പോയല്ലോ എന്നും പറഞ്ഞിട്ട് അവരെ വഴക്കിടുവാണ്. എന്നിട്ട് സുന്ദർജി പറയുവാണ്, ആദ്യം വന്നത് മേഡമാണ്, അതുകൊണ്ട് ഇപ്പം മേഡത്തിനാണ് എൻ്റെ പ്രോഗ്രാമിൻ്റെ ചാൻസ് കിട്ടിയേക്കുന്നത്, അതുകൊണ്ട് മേഡത്തിൻ്റെ വീട്ടിലാണ് ഞാനിന്ന് പോയി ചെയ്യുന്നതെന്ന് പറഞ്ഞ് അപരാജിതയുടെ പക്ഷത്ത് നിൽക്കുകയാണ്. അപ്പോൾ അപരാജിത ഭയങ്കര അഭിമാനത്തിൽ പറയുകയാണ്, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ കലാകാരന്മാരുടെ കഴിവിനെ കാശ് കൊണ്ട് വാങ്ങാൻ പറ്റത്തില്ലെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം വരണമായിരുന്നു, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്യുകയാണ്, നിങ്ങൾക്ക് പിന്നെ എപ്പോഴെങ്കിലും ബുക്ക് ചെയ്തോ എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് പറയുവാണ്, നിങ്ങളുടെ അച്ഛനും അമ്മയോടും എൻ്റെ വിവാഹ മംഗളാശംസകളൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പോവുകയാണ്. പിന്നെ അവളെ കുറേ പ്രാവശ്യം സഹായിച്ചതിന് നന്ദിയും കൂടെ പറയുകയാണ്. ഇതിനിപ്പോൾ പ്രത്യുപകാരം ചെയ്യണ്ടല്ലോ, എന്തായാലും ഇപ്പം നന്ദി പറഞ്ഞു, ഇനിയിപ്പോൾ അതും പറഞ്ഞു വരണ്ട എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. എന്നിട്ടൊരു താങ്ക് യു എക്സ്ട്രാ കൂടെ പറയുകയാണ്, ഇതിരിക്കട്ടെ, ഇനി അടുത്ത പ്രാവശ്യം സഹായിക്കുമ്പോൾ എങ്ങാനും ഞാൻ മറന്നുപോയാൽ ഇതാവശ്യം വരും, എന്തായാലും എപ്പോഴും സഹായിക്കാൻ കാണുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇത് അഡ്വാൻസ് ആയിട്ടൊരു താങ്ക് യു ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുവാണ്. ഇറങ്ങുമ്പോഴാണ് ഒരു വിസിലടി കേൾക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും, അവൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്ത് ഒരു വിസിലടി കേട്ട് അവൾ പേടിക്കുന്നുണ്ട്. അവിടെ ഹസ്ബൻഡിന് അങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കാറുണ്ട്, അതുകൊണ്ട് അവൾക്കതൊരു ട്രോമയാണ്. അവൾക്കത് പേടിച്ചിട്ട് ഇയാളെങ്ങാനും ബാക്കിലുണ്ടോ എന്നിങ്ങനെ നോക്കിയിട്ട് അവൾ പേടിച്ചിട്ട് ആ ബിൽഡിങ്ങിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴും ആരോ അവളെ പിന്തുടരുന്നതായിട്ട് അവൾക്ക് തോന്നുന്നുണ്ട്. അവൾ റോഡിലേക്ക് ഇറങ്ങിയിട്ട് റോഡിൻ്റെ സൈഡിൽ നിന്ന് അവൾക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നിയിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ആരോ വന്ന് അവളുടെ പുറത്ത് തട്ടുന്നുണ്ട്. പെട്ടെന്ന് അവൾ വീഴാൻ പോയപ്പോൾ ആരോ അവളെ പിടിച്ച് നോക്കുമ്പോൾ രക്ഷിത്താണ്. അവനിങ്ങനെ പേടിപ്പിച്ചതാണ്, നമ്മളിങ്ങനെ ബാക്കിൽ നിന്ന് വന്ന് പേടിപ്പിക്കുന്ന പോലെ പേടിപ്പിച്ചതാണ്. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, ഇതെന്താണ് മനുഷ്യനെ കൊല്ലാൻ പോകണോ പേടിപ്പിച്ചെന്ന് പറഞ്ഞ്. അപ്പോൾ അവൻ പറഞ്ഞ് ചുമ്മാ ഒന്ന് കളിപ്പിച്ചതല്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞ്, കളിക്കാനുള്ള പ്രായമല്ലേ ഇത്, നമ്മളിപ്പോൾ ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ, വലിയ ആൾക്കാരല്ലേ, നിങ്ങളെന്തിനും ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിച്ചിട്ട് അവനെ വഴക്കിടുന്നു. അപ്പോൾ അവൾ പറയുകയാണ്, അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ ഭ്രാന്തി പിടിച്ചിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ കൊണ്ട്, അതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങൾ ഈ കളി കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ രക്ഷിത് പറയുകയാണ്, എല്ലാവർക്കും ഒരേപോലെ സുഖമൊന്നും ഉണ്ടാവില്ല, ദുഃഖവും സുഖവും ഒക്കെ എല്ലാ മനുഷ്യരുടെ ലൈഫിലുള്ളതാണ്, എല്ലാവർക്കും സുഖം മാത്രമേ ഉണ്ടാകുകയുള്ളായിരുന്നെങ്കിലും നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ നിന്ന് ആളുകളെ രക്ഷിക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അവളോട്. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പേടിക്കുന്നുണ്ടല്ലോ, നീ എന്തെങ്കിലും മറക്കണുണ്ടോ എന്നൊക്കെ അവളോട് ചോദിച്ചിട്ട് അവൻ പോവുകയാണ്. അവളാകെ ടെൻഷനിൽ നിന്ന സമയത്താണ് രക്ഷിത്ത് വന്നിങ്ങനെ പേടിപ്പിക്കുന്നത്. അപ്പോൾ അവളോർത്ത് പേടിപ്പിച്ചതാണെങ്കിൽ പോലും ആ ടെൻഷനിൽ നിന്ന് കുറച്ച് നേരത്തേക്കെങ്കിലും അവൾക്ക് ഒരാശ്വാസം കിട്ടി. അവൻ്റെ സംസാരം കേട്ടാൽ ഒന്ന് കൂളാകുന്ന പോലെ തോന്നും. എത്ര പേടിച്ചിട്ടാണേലും കുഴപ്പമില്ല, കുറച്ച് നേരത്തേക്ക് എനിക്കൊരു സമാധാനമായല്ലോ, ഇയാളെങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നതെന്ന് അവളിങ്ങനെ ചിന്തിക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്ന രക്ഷിത്തിൻ്റെ വീടാണ്. അവിടെ രക്ഷിത്തിൻ്റെ വീട്ടിൽ അവരുടെ അമ്മയുടെ അച്ഛൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് നടക്കുന്ന ഫങ്ഷൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ അവരുടെ വല്യമ്മ പറയണം, എല്ലാവരുടെയും പേര് നല്ല വെണ്ടയ്ക്ക അക്ഷരത്തെയാണ് ആശംസയായിട്ട് എഴുതിയിട്ടുണ്ട്, എൻ്റെ പേര് മാത്രം എഴുതിയിട്ടില്ല, ഞാൻ പിന്നെ പുറമേക്കാരിയാണല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറ്റം പറഞ്ഞ് നേരെ തിരിഞ്ഞതും രക്ഷിത്ത് ബാക്കിലിപ്പുണ്ടായിരുന്നു. അപ്പോൾ രക്ഷിത്ത് ചോദിച്ചു, എന്താ വല്യമ്മ പറഞ്ഞല്ല, എൻ്റെ പേര് കണ്ടില്ല, അതിങ്ങനെ പറഞ്ഞതാണെന്ന് പറഞ്ഞു. അയ്യോ, ഞങ്ങൾ ഇതിലെഴുതാൻ മറന്നുപോയി, അത് ശരിയാണ് എന്നും പറഞ്ഞ് വല്യമ്മേനെ മറന്നു പോയിട്ടൊന്നുമില്ല, അതാ അങ്ങോട്ട് നോക്കിക്കുകയെന്ന് പറഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ രക്ഷിത്തിൻ്റെ അനിയനൊരു വലിയ ഫ്ലെക്സുമായിട്ട് വരുന്നുണ്ട്. അവരുടെ വല്യമ്മയുടെ ഫോട്ടോ വെച്ചിട്ട് ഇവരുടെ വകയായിട്ട് ആശംസ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫ്ലെക്സ് കാണുകയാണ്. ഇത് കാണുമ്പോൾ വല്യമ്മയ്ക്ക് സന്തോഷമായോ, ഇത് സർപ്രൈസായിട്ട് വെച്ചിരിക്കുകയായിരുന്നു കൊച്ചു കള്ളൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് ഇങ്ങനെ പറയുകയാണ്. ഉള്ളിൽ ഇച്ചിരി വിഷമാണ്, എന്നാലും രക്ഷിത്തിനോടൊരു ചെറിയ ഇഷ്ടമുണ്ട്. അപ്പോൾ അവരുടെ അനിയൻ വല്യമ്മനെ കളിയാക്കിയിട്ട് അവിടെ നിന്ന് ബാക്കിൽ നിന്ന് ഓരോ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വല്യമ്മ കണ്ടിട്ട് പറയണം, നിന്നെപ്പോലെയല്ല നിൻ്റെ അനിയൻ, ഇവന് തീരെ ഒരു റെസ്പെക്റ്റ് ഇല്ല, ഇവന് തീരെ എന്നെ പേടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമൻ്റ് അടിക്കുകയാണ്. ഈ വല്യമ്മയുടെ ഇതിലൊരു ഐക്കോണിക് ഡയലോഗാണ്, മോക്ഷം കിട്ടാനുള്ള പ്രായത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടി വരുന്നു എന്ന്. അവരോരോ കണിഷ്ടൊപ്പിക്കുന്നതാണ്. ഈ കുടുംബത്തിനൊരു സമാധാനം കൊടുക്കില്ല എന്നിങ്ങനെ അവർ പറയുന്നത് അവരുടെ മകൻ കേൾക്കുന്നുണ്ട്, പക്ഷെ അവരൊന്നും പറയുന്നില്ല. അടുത്ത സീനിൽ കാണിക്കുന്ന അപരാജിതയുടെ വീടാണ്. അവിടെ തിലകിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അപരാജിത പുറത്തുനിന്ന് വന്നിട്ട് പറയുകയാണ്, പാവയുടെ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്, അതൊരു സമയത്തിനെത്തും, നീ പോയി റെഡി ആയിക്കോ എന്ന് പറഞ്ഞ് അനിയത്തിനെ റെഡിയാകാൻ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് അമ്മയോട് പറയുകയാണ്, അമ്മ വേണമെങ്കിൽ പോയി റെഡി ആയിക്കോ,
ഇനി അടുക്കളയിൽ ബാക്കി എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ്. അപ്പോൾ അപരാജിതയുടെ അമ്മയും തമ്മിൽ എപ്പോഴും ചെറിയ അടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പറയുകയാണ്, നീ എന്തിനാണ്, നീ ഗസ്റ്റാണ്, നീ പോയി ആദ്യം ഒരുങ്ങി, അവളവിടെ ചെയ്തോളും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അപരാജിത പറഞ്ഞ വേണ്ട, അമ്മ പോയി ഒരുങ്ങിക്കോട്ടെ, ഞാൻ സഹായിക്കാം, എനിക്കധികം സമയമൊന്നും വേണ്ടെന്ന് പറയണം. അപ്പോൾ അപരാജിതയുടെ ഫോണിൽ ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വരുമ്പോൾ അവൾ പേടിക്കുകയാണ്. അവൾക്കിപ്പോൾ പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് കോൾ കാണുന്നത് തന്നെ പേടിയാണ്. അപ്പോൾ വീഡിയോ കോളാണ്. ഇത് ആരാണെന്ന് നോക്കുമ്പോൾ കോളിൽ രക്ഷിതാണ്. ഇയാൾ എന്തിനാ ഇപ്പോൾ എന്നെ വിളിക്കുന്നത്, എങ്ങനെയാണ് എൻ്റെ നമ്പറൊക്കെ കിട്ടിയെന്ന് അവനോട് ചോദിക്കുകയാണ്. അപ്പോൾ രക്ഷിത പറയണം, നിൻ്റെ നമ്പർ കിട്ടാൻ എനിക്ക് അത്ര പാടൊന്നുമില്ല, സുന്ദർജി ഇല്ലേ, പുള്ളി എനിക്ക് നമ്പർ തന്നതാണ്, പുള്ളി ഇന്ന് പ്രോഗ്രാമിന് വരത്തില്ല കേട്ടോ, അത് പറയാനായിട്ട് വിളിച്ചാണെന്ന് പറയും. സുന്ദർജിക്ക് ഇത് നിങ്ങളോട് നേരിട്ട് പറയാനൊരു മനോവിഷമം, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്ന് അവളോട് പറയുവാണ്. എന്നിട്ട് അവൻ പറയാണ്, ഇപ്പോൾ സുന്ദർജി എവിടെയാണെന്നറിയാവോ? അപ്പോൾ അവൾ ചോദിച്ച് ഇങ്ങോട്ട് വരാനിരിക്കുമായിരിക്കും. അപ്പോൾ രക്ഷിത് പറയാം, അല്ല ഇപ്പോൾ എൻ്റെ വീട്ടിലുണ്ടല്ലോ, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടി പുള്ളിനെ ഞങ്ങളിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇമോഷൻസിനും കലയ്ക്കും ഒന്നും ക്യാഷിനപ്പുറം പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് സുന്ദർജി അവിടെ ഒരുക്കങ്ങളൊക്കെ നടത്തുന്നത് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ട അപരാജിത ആകെ ഷോക്കാണ്. അനിയത്തിക്ക് വാക്കും കൊടുത്ത് ഇയാളിപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ രക്ഷിത് പറഞ്ഞുകൊണ്ട് സോറി, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, ഞാനും വാക്ക് കൊടുത്തതല്ലേ, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ അവൾ പറയണം, കാശ് കൊണ്ട് നിങ്ങൾ അയാളെയും വിലക്കെടുത്തല്ലേ എന്ന് പറയുമ്പോൾ അവൻ പറയണം, കാശ് കൊണ്ട് ഞാൻ അയാളല്ല വിലക്കെടുത്തത്, ഞാൻ ആ ഏജൻസി മൊത്തത്തിലാണ് വിലക്കെടുത്തത്, അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് വരാതിരിക്കാൻ പറ്റത്തില്ല, അല്ലാതെ ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് രക്ഷിത അപരാജിതയോട് പറയണം, നീ എന്നെ ചീറ്റ് ചെയ്തപ്പോൾ ഞാൻ നിന്നെയും ചീറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ, സോറി എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കണം. അടുത്ത സീനിൽ കാണിക്കുന്ന അപരാജിതയുടെ അനിയത്തി ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, ഈ ചെറിയ കാര്യം പോലും എനിക്ക് വേണ്ടി ചേച്ചിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലേ, അത് പ്രോഗ്രാം നടക്കത്തില്ലല്ലോ, അതല്ലേ ഇപ്പോൾ അയാൾ വിളിച്ച് പറഞ്ഞത്, ഞാൻ രോഹനോടും അവൻ്റെ അമ്മയോടൊക്കെ ഈ പ്രോഗ്രാം ഉണ്ടെന്ന് പറയുകയും ചെയ്തു, ഇപ്പോൾ അവരുടെ മുന്നിൽ എന്നെ ഇൻസൾട്ട് ചെയ്തതല്ലേ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവൾ ദേഷ്യപ്പെട്ട് പോവുകയാണ്. ആൾക്ക് ഇങ്ങനെ അവളുടെ അനിയത്തിക്ക് അവളുടെ ചേച്ചിയുടെ അവസ്ഥയൊന്നും മനസ്സിലാക്കണ്ട, അവൾക്ക് അവളുടെ കാര്യം നടന്നാൽ മതി എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ്. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ അപ്പുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് രശ്മി, അവരുടെ വീടിൻ്റെ അടുത്തുള്ളതാണ്. അപ്പോൾ അവളൊരു പാഴ്സലും കൊണ്ടുവരുവാണ്, ഇത് നിൻ്റെ പേരിൽ വന്നതാണ്, എൻ്റെ കയ്യിലാണ് കൊണ്ട് തന്നെ, അപ്പോൾ ഞാനതും കൊണ്ട് വന്നതാണെന്ന് പറയണം. എന്നിട്ട് ഈ രശ്മിക്ക് അപരാജിതയുടെ എല്ലാ സിറ്റുവേഷൻസും അറിയാം, ഹസ്ബൻഡ് അവളോട് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അവളെ പാഴ്സൽ തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ പഞ്ച് ചെയ്യുന്നൊരു ടോയ് ഉണ്ടാവില്ല, നമ്മൾ ബോക്സൊക്കെ തുറക്കുമ്പോൾ ആ ടോയാണ്. അത് വന്ന് അപരാജിതനെ ഇങ്ങനെ തട്ടിയിടുകയാണ് ബോക്സ് തുറന്നപ്പോൾ. അപ്പോൾ മൂക്കിലൊരു ഫോട്ടോയും ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ നോക്കുമ്പോൾ അത് രക്ഷിത്തിൻ്റെ ഫോട്ടോയാണ്, അത് അവൻ അയച്ച പാഴ്സലാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ആ പാവയുടെ പ്രോഗ്രാം നടത്താൻ പറ്റിയില്ലല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 പാവ കൊടുത്തയച്ചതാണ് അവൾക്ക്. എന്നിട്ട് അവളോട് പറഞ്ഞ് ഇതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടാവും യൂട്യൂബിൽ, അത് നോക്കി നീ തൽക്കാലം ചെയ്യും, എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് എന്നോട് സോറി എന്ന് പറയുകയാണ്. അപ്പോൾ രക്ഷിത് അത്ര മോശക്കാരനൊന്നും അല്ല, അയാളുടെ അവസ്ഥ അതായതുകൊണ്ടാണ് അവരുടെ അച്ഛന് വാക്ക് കൊടുത്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ തൽക്കാലം ഇത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി എന്നും പറഞ്ഞിട്ട് ഒരു കുറിപ്പ് എഴുതി അതിന് വെക്കുകയാണ്. അപ്പോൾ രശ്മി ചോദിക്കുന്നുണ്ട് ഇതാരാണ്, അപ്പോൾ അവൾ പറഞ്ഞ ഒരു ഭ്രാന്തനാണ് എന്നിങ്ങനെ അപ്പു പറയണം. ഈ സമയത്താണ് അപ്പുവിൻ്റെ ബ്രദർ അവിനാശ് അങ്ങോട്ട് വരുന്നത്. അവിനാശും രശ്മിയും തമ്മിൽ ഒരു ക്രഷ് ഉണ്ട് അവർക്ക്, പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ല, എന്നാലും ചെറിയൊരു ലൈൻ വഴി കിടക്കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ അപരാജിത ഇതൊക്കെ കണ്ടിങ്ങനെ കളിയാക്കുകയാണ്. അപ്പോൾ അപരാജിത വന്നപ്പോൾ തൊട്ട് അവിനാശിന് വലിയ മൈൻഡില്ലായിരുന്നു. അപ്പോൾ രശ്മി വന്ന് കണ്ടിട്ട് ഇന്നാ വെള്ളം കുടിക്കുക ചേച്ചി, പുറത്ത് പോയി കുറേ സാധനമൊക്കെ വാങ്ങി ഒന്ന് ക്ഷീണിച്ചതല്ലേ, എന്നാൽ നീയും കുടിക്കുക എന്ന് പറഞ്ഞിട്ട് അവൾക്കും വെള്ളം കൊടുക്കുകയാണ്. അപ്പോൾ അവൾ അവൻ്റെ ഓൾട്ടർ ചെയ്ത ഡ്രസ്സൊക്കെ കൊണ്ട് കൊടുക്കുകയാണ്. അവൾ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യാറുണ്ട്, ഓർഡർ ചെയ്ത ഡ്രസ്സൊക്കെ കൊടുക്കുകയാണ്. രണ്ടുപേരും നാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. അത് കഴിഞ്ഞ് അപരാജിത യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് പാവക്കൊത്ത് നടത്തുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടുക്കളയിൽ നിന്ന് തന്നെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ എങ്ങനെയെങ്കിലും ഒറ്റയ്ക്കത് ചെയ്ത് അനിയത്തിനെ സന്തോഷിപ്പിക്കാൻ അവൾ നോക്കുകയാണ്. പിന്നെ തിലകിന് ആവശ്യമുള്ള അവിടെ ജോലികളും കാര്യങ്ങളൊക്കെ അവൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയ്ക്ക് അനിയത്തി അവിടെ റെഡി ആയിട്ട് വരും. അപ്പോൾ അനിയത്തി പറഞ്ഞ് ചേച്ചി എങ്ങനെയുണ്ട് എന്നെ കാണാമെന്ന് ചോദിക്കുമ്പോൾ അവൾ സൂപ്പറാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ ഹഗ് ചെയ്യാൻ പോകുമ്പോൾ ആര് പറയും വേണ്ട ചേച്ചി, നിൻ്റെ ദേഹത്ത് മൊത്തം വിയർപ്പല്ല, വേണ്ട എൻ്റെ സാരി ചീത്തയാവും, വേണ്ടാന്ന് പറഞ്ഞ് അവളിങ്ങനെ അകറ്റി നിർത്താണ്. അപ്പോൾ അപരാജിതയ്ക്ക് അത് കേട്ട് വിഷമമാവുന്നുണ്ട്. പിന്നെ അവളൊന്നും പറഞ്ഞില്ല. അപ്പോൾ അപരാജിതയുടെ അമ്മ വന്നുകൊണ്ട് നീ ഇപ്പോഴും ഈ വേഷത്തിൽ നിൽക്കുകയാണോ, പോയി റെഡിയാകുക, അവരവിടെ നിന്ന് ഇറങ്ങിയെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പോയി റെഡിയാകാമെന്ന് പറഞ്ഞു. അപ്പോൾ അപരാജിതയുടെ അമ്മായി പറയണം നീ ഒന്ന് ഒരുങ്ങിക്കെട്ടി വന്നു കഴിഞ്ഞാലല്ലേ അവൾക്കൊന്ന് റെഡിയാകാൻ പോകാൻ പറ്റുള്ളൂ, അവളിപ്പോൾ ഇത്രയും ജോലിയോടെ ചെയ്തു, നീ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിലിങ്ങനെ വഴക്കിടാണ്. അപ്പോൾ അപരാജിതയുടെ അമ്മ അവൾക്കൊരു ഡ്രസ്സ് കൊടുക്കുകയാണ്, പോയി ഇത് എടുത്തുകൊണ്ട് പോകാമെന്ന് പറയുകയാണ്.
അവൾ റൂമിൽ വന്ന് നോക്കിയപ്പോൾ സാരിയാണ്. അവൾ ആ സാരി കണ്ട് തന്നെ അവൾക്ക് പെട്ടെന്ന് പേടിയാവുകയാണ്. കാരണം സാരി ഉടുത്ത് അവിടെ ഹസ്ബൻഡ് വഴക്കണ ഇങ്ങനെ വയറ് കാണും, ദേഹം അവിടെ ഇവിടെയൊക്കെ കാണുമെന്ന് പറഞ്ഞിട്ട് ഒരു സീൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൾ സ്വന്തമായിട്ട് തന്നെ സാരി നെയ്യുന്ന ആളാണ്. എന്നിട്ട് എനിക്ക് സാരി ഉടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് അവൾ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇവളിങ്ങനെ സാരി ഉടുത്ത സമയത്ത് നീ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയല്ല ഇങ്ങനെ ഉടുത്തൊരുങ്ങി നടക്കുന്നതെന്നും പറഞ്ഞിട്ട് ഇനി ഞാൻ ചത്ത് കളഞ്ഞേക്കാം, അപ്പം നിനക്ക് നിൻ്റെ ഇഷ്ടത്തിന് നടക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഹസ്ബൻഡ് ഇങ്ങനെ ആത്മഹത്യയൊക്കെ ചെയ്യാൻ നോക്കിയിട്ട് അവനൊരു ഭ്രാന്ത് പിടിച്ച പോലത്തെ ആളാണ്. അപ്പോൾ അങ്ങനെ അവൾ ഒത്തിരി ടോർച്ചർ ചെയ്തായിരുന്നു. അവൾക്ക് അതിൽ പിന്നെ സാരി ഉടുക്കാൻ പേടിയാണ്. അവൾക്കിങ്ങനെ സാരി കാണുമ്പോൾ തന്നെ പേടി വരും. ഇവൻ്റെ ആ സമയത്തെ പെരുമാറ്റവും ഇവളെയും കൊല്ലാനൊക്കെ വന്നു, അവനും മരിക്കാൻ പോയി, അങ്ങനത്തെയൊക്കെ ഒരു ടോക്സിക് ആയിട്ടുള്ള പെരുമാറ്റം കണ്ട് കഴിഞ്ഞിട്ട് അവൾക്ക് പിന്നെ സാരി കാണുന്നത് തന്നെ പേടിയാണ്. അപ്പോൾ അവൾ ഇത് ഞാൻ ഉടുക്കത്തില്ല എന്ന് പറഞ്ഞ് അവൾ പേടിക്കുകയാണ്. അവൾക്ക് പേടിച്ചാൽ അവൾക്ക് പാനിക് അറ്റാക്ക് വരും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അവൾ ഇങ്ങനെ ശ്വാസം കിട്ടാതെ കിടന്ന് പിടയുകയാണ്. അപ്പോൾ ആ പാനിക് അറ്റാക്കിൻ്റെ ഇതിലേക്ക് എത്തി നിൽക്കുമ്പോൾ അവളുടെ ഫോണിലൊരു കോൾ വരും. ആ കോൾ എടുക്കാൻ പോലും അവൾക്ക് പറ്റുന്നില്ല. അവൾ ശ്വാസം എടുക്കാൻ പറ്റാതെ അവിടെ കിടന്ന് ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ കോളിൽ നോക്കുമ്പോൾ രക്ഷിത്താണ് വിളിക്കുന്നത്. അവൻ വീഡിയോ കോളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവൾ അറ്റൻഡ് ചെയ്തില്ല, പക്ഷേ കൈ തട്ടി കോൾ അറ്റൻഡ് ആവുകയാണ്. രക്ഷിത്ത് നോക്കുമ്പോൾ ഫോണിൽ ഫാൻ മാത്രമേ കാണുന്നുള്ളൂ. ഇതെന്താ ഇവളിങ്ങനെ ഫാൻ കാണിക്കുന്നത്, ആളെ കാണുന്നില്ലല്ലോ, ശബ്ദമൊന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഇവൾ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ശബ്ദവും കേൾക്കുന്നുണ്ട്. അപ്പോൾ രക്ഷിത്ത് വിചാരിക്കുന്നത് അവൻ ആ കൊടുത്തു വിട്ട ഗിഫ്റ്റ് ബോക്സിലെ ആ പഞ്ച് ചെയ്യുന്ന സാധനം ഇങ്ങനെ തേർത്ത് തട്ടി അങ്ങനെ പേടിച്ച് ശബ്ദം ഉണ്ടാക്കാമെന്നാണ് അവൻ വിചാരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു സോറി, അത് ഞാൻ ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് ചെയ്തെന്നേ ഉള്ളൂ, നേരെ ചെയ്താൽ നീ എന്തെങ്കിലും വഴക്കിടത്തില്ല, അതുകൊണ്ട് അങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഈ സമയത്ത് അപരാജിത പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്വാസം കിട്ടാതെ. അപ്പോൾ പിന്നെ അവന് മനസ്സിലായി സംതിങ് റോങ് ആണ്, എന്തോ പ്രശ്നമുണ്ടെന്ന് അവന് മനസ്സിലായി. അപ്പോൾ അവൻ പറയണം നീട്ടി ശ്വാസം വലിക്ക്, ശ്വാസം എടുക്ക്, ശ്വാസം വിടുന്നൊക്കെ ഇങ്ങനെ പറയണം. ഇവിടെ വെച്ച് നമ്മുടെ 4ാമത്തെ എപ്പിസോഡ് കഴിയുകയാണ്. 5ാമത്തെ എപ്പിസോഡ് ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ എപ്പിസോഡ് കാണാനായി ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു.